السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم انفعنا ما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. ഇൻഷാല്ലാ നമ്മളിവിടെ പഠിക്കാൻ വന്നത് സൂറത്തുൽ കഹ്ഫിലെ 18ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا. വീണ്ടും ഇപ്പം കഥ തന്നെയാണ് തുടർന്നുകൊണ്ട് പോകുന്നത്. യുവാക്കളുടെ ഗുഹയിലുള്ള അവരുടെ അവസ്ഥയെ പറ്റിയാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവർക്ക് സൂര്യൻ്റെ വെളിച്ചം എങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്, അവരെ ബോഡിക്ക് ഒരു ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള അവസ്ഥയിലായിരുന്നു അവരെ അള്ളാഹു സംരക്ഷിച്ചുകൊണ്ട് പോയത്. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ വീണ്ടും അള്ളാഹു അവരെ എങ്ങനെയാണ് അള്ളാഹു സംരക്ഷിച്ച് കൊണ്ടുപോകുന്നുള്ള രീതിയിൽ അള്ളാഹു ഇവിടെ പറയുന്നു. വതഹ്സബുഹും ഐഖാദ വഹും റുഖൂദ്. അവരെ കാണുമ്പോൾ അവർ ഉണർന്ന് എണ്ണീറ്റ് ഇരിക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണാം, പക്ഷെ അവരാണെങ്കിൽ ഉറങ്ങുന്നവരാണ്. വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്ത ഷിമാൽ. വലത്തോട്ടേക്കും ഇടത്തോട്ടേക്കും മറിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അള്ളാഹു. എന്നുവെച്ചാൽ അവരുടെ ബോഡീനെ റബ്ബ് സംരക്ഷിക്കുന്ന രീതിയിൽ. വകൽബുഹും, അത് ഇവരെ കൂട്ടത്തിൽ ഒരു നായയുണ്ട്. ആ നായയും ഇവർക്ക് കാവലിനായിട്ട് ഇരിക്കുന്ന രീതിയിൽ. ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്, അത് നീട്ടി വെച്ചിരിക്കുന്ന രീതിയിൽ. ബാസിത്ത് എന്ന് പറഞ്ഞാൽ നീട്ടിയിരിക്കുകയാണ്. അതിൻ്റെ 2 കൈകളും. എന്നിട്ട് ആ ഗുഹാമുഖത്താണ് അത് കിടക്കുന്നത്. അപ്പോൾ അത്രയും വിശാലമായ രീതിയിൽ അത് കിടക്കുകയാണ്. ലൗ ഇത്ലഅത അലൈഹിം, ഈ യുവാക്കളെ ഉറങ്ങുന്ന ആ യുവാക്കളെ അങ്ങോട്ടേക്ക് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ, എത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ ലവല്ലൈത മിൻഹും ഫിറാറ, അവിടുന്ന് എന്തായിരിക്കും ഓടിക്കളയും, അവരിൽ നിന്ന് പിന്മാറിക്കളയും. വലമുലിഅത മിൻഹും റഅബ, പേടിച്ചുകൊണ്ട് ഓടി അങ്ങേയറ്റത്തെ ഒരു അവസ്ഥയായിട്ടായിരിക്കും ആ ഇതുണ്ടാകുക. ഇവിടെ എന്താ അള്ളാഹു പറയുന്നതെന്നാൽ ഇവർ കിടന്ന് ഉറങ്ങുന്ന അവസ്ഥയിലാണ് ഉള്ളത്. 300 കൊല്ലക്കാലം കിടത്തത്തിലാണ് ഉള്ളത്, ഉറക്കിലാണ് ഉള്ളത്. പക്ഷേ അവരെ അള്ളാഹു എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, സാധാരണ ഉറങ്ങുന്ന സമയത്ത് കണ്ണ് പൂട്ടിയിട്ടാണ് എല്ലാവരും ഉറങ്ങാം, പക്ഷേ ഇവരുടെ കണ്ണുകൾ തുറന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ഒരു ഗുഹൻ്റെ പുറത്തുനിന്ന് ആരെങ്ങാനും ഈ ഉള്ളിലേക്ക് എത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെ കാണുമ്പം ഭീകരാവസ്ഥയിലുള്ള ഭയങ്കര പേടിച്ച് ഭയങ്കര ഇതായിട്ട് വല്ലാത്തൊരു വെപ്രാളത്തോടും കൂടിയിട്ട് ഭയത്താലിങ്ങനെ ഓടിക്കളയുന്ന രീതിയിലാണ്. അത്രയും അത്രയും അങ്ങനത്തെ ഒരു മുഖാന്ന് അള്ളാഹു അവർക്ക് ആ സമയത്ത് ഇവരെ സംരക്ഷിക്കാനുള്ള രീതിയിലാണ് അള്ളാഹു ആ ഒരവസ്ഥയിൽ അവരെ കിടത്തിയത്. അവരുറങ്ങിയെന്ന്, പക്ഷേ പുറത്തുനിന്ന് കാണുന്നവർ ശരിക്കും ഉണർന്ന് എണീറ്റിരുന്ന് ജസ്റ്റ് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന രീതിയിൽ. പക്ഷേ മുഖത്തെങ്ങാനും
ആ ഒരു നോർമൽ രീതിയുമല്ല, അവരെ കാണുന്ന ഒരു ഭീകര രീതിയുമായിട്ടാണ് ഇവിടെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് പറയുന്നില്ല വല്ലൈത്ത മിൻഹും ഫിറാറ, അവരുടെ അടുത്ത് നിന്ന് ഓടിക്കളയും, ഒരൊറ്റ ഓട്ടം ഓടും പേടിച്ചിട്ട്. അത്രയും ആരും അരുവത്തേക്ക് പോവില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവരെ സംരക്ഷിക്കുന്ന വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവരെ കൂടെ ഒരു നായയുണ്ട്. ആ നായ ഈ ഗുഹൻ്റെ പിന്നെ വാതിൽക്കൽ തന്നെ ആ നായയും ഉറക്കിലുള്ള. പക്ഷെ ആ നായ നല്ല തടിച്ച് കൊഴുത്ത് നല്ല ഒരു ഇതുള്ള സൈസുള്ള നായയാണ്. അതേപോലെ തന്നെ അതിങ്ങനെ നല്ല വിശാലമായിട്ട്, അതാണ് അള്ളാഹു പറയുന്നത് ബാസിത്തുറായി, നല്ല കൈകളെല്ലാം ഇങ്ങനെ നല്ല വിശാലമാക്കി നീട്ടിയിട്ട് നല്ല റാഹത്തി കിടക്കും നമ്മൾ പറയില്ലേ, അതുപോലെ നല്ല രീതിയിൽ അങ്ങനെ കിടന്നിട്ട് ഉറങ്ങുന്നുണ്ട് നായ്. അതുകൂടാണ്ട് ഇവർ ബോഡി സംരക്ഷിക്കുന്ന വേറൊരു രീതി പിന്നെ അള്ളാഹു ഇവിടെ പറയുന്നത് പറഞ്ഞാൽ, ഇവരെ വലത്തോട്ടേക്കും ഇടത്തോട്ടേക്കും മറിച്ചുകൊണ്ടേയിരിക്കും. കാരണം നോർമൽ ഒരേ കിടത്തത്തിൽ ഒരാൾ കിടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയുന്നതാണ്. പ്രായമുള്ള ആൾക്കാരെല്ലാം ഈ പ്രായവും പിന്നെ അതേപോലെ ഒരേ കിടക്കുന്ന ആൾക്കാരും അവരൊക്കെ ഒരേ പൊസിഷനിൽ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർ ശരീരഭാഗങ്ങൾ പൊട്ടിത്തുടങ്ങും. പൊട്ടിയിട്ട് പിന്നെന്താണ് അതിൽ നിന്ന് ആ സ്കിന്നിൽ നിന്ന് ചോര വരുന്നതെല്ലാം കാണാം. നോർമൽ ബെഡിൻ്റെ മുകളിൽ കിടന്നാലുള്ള അവസ്ഥ തന്നെയാണ്. അതുകൂടാണ്ട് ഇവർ കിടക്കുന്നത് എവിടെയാണ്? ഇവർ കിടക്കുന്നത് ഗുഹയിൽ നിലത്താണ്. അപ്പം അവിടെ ഒരേ പൊസിഷൻ തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് താഴ്ന്ന് എന്തായിരിക്കും, പല പിന്നെ അണുക്കളും പല ബാക്ടീരിയാസും വന്നിട്ട് ഈ ബോഡി തിന്നാനും ഈ ബോഡിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ അത് നശിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും നമുക്കറിയാം അള്ളാഹുവിന് അതേ ഒരു പൊസിഷനിൽ കിടത്തിയിട്ടും അത് പിന്നെന്താന്ന് ആ ബാക്ടീരിയ തിന്നാതിരിക്കാൻ വേണ്ടി സംരക്ഷിക്കാനും റബ്ബിന് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല. ഇതൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തങ്ങളാണ്. അത്രയും അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം അവരിൽ അള്ളാഹു പ്രത്യേകിച്ച് ഇതുകൊണ്ടാണ് ഓരോന്നും അള്ളാഹു എന്തെല്ലാമാണ് ഇവരെ മുകളിൽ ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ റബ്ബ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ ഈ രീതിയിലാണ് നമ്മൾ പിന്നെ അള്ളാഹു സംരക്ഷിച്ച് പോന്നുകൊണ്ടിരുന്നതെന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഖല്ലിബുഹും ദാത്തൽ യമീൻ വദാത്ത ഷിമാൽ, വലത്തോട്ടേക്കും ഇടത്തോട്ടേക്കും ഇങ്ങനെ മറച്ചുകൊണ്ടേയിരിക്കും അവരെ ശരീരം. എന്നാൽ ഒരേ പൊസിഷനിൽ തന്നെ കിടത്താതെ അവരെ ശരീരം ബോഡി സംരക്ഷിക്കുന്ന രീതിയിൽ അള്ളാഹു അവരെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചെരിച്ചു മറിച്ചുകൊണ്ടിരിക്കും. പിന്നെ തഫ്സീറിൽ കാണാം ഇവർ ഈ ടൗണിൽ നിന്ന് അടുത്ത് തന്നെയാണ് ഈ ഒരു ഗുഹ ഉള്ളത്. അതുകൊണ്ട് ആൾക്കാർ വന്ന് പെട്ടെന്ന് തന്നെ ആരെങ്കിലും ടൗണിൽ നിന്ന് പാസ് ചെയ്ത് വരുന്ന സമയത്ത് ഇവരെങ്ങാനും കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവർ ട്രാപ്പിൽ പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ഒരു രൂപങ്ങളൊക്കെ ആരും കണ്ണെല്ലാം തുറന്നിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയിലെല്ലാം ആക്കിയത് എന്നും തഫ്സീറിൽ കാണാം. കാരണം പിന്നീട് നമുക്ക് വരുന്ന ആയത്തുകളിൽ വരുന്നുണ്ട്. കാരണം ഈ യുവാക്കൾ എണീറ്റതിന് ശേഷം പിന്നെ അവർ കയ്യിൽ ഉള്ള പിന്നെ ധാന്യങ്ങൾ പൈസ കൊടുത്തിട്ട് പിന്നെ അവർ ഭക്ഷണം നീ വാങ്ങിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് അയക്കുന്ന ഇതൊക്കെ ഇൻഷാ അല്ലാഹ് തഫ്സീറിൽ ഇനി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്തത് ആയത് കൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി വാങ്ങിച്ചിട്ട് വാ, നമ്മളിവിടെ ഉണ്ട്, നീ ഭക്ഷണം വാങ്ങിച്ചിട്ട് വാ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അള്ളാഹു സംരക്ഷിക്കാനാണ് ഈ രീതിയിൽ അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ട ഇവിടെയുള്ള ഇന്നത്തെ ഇത് എന്ന് പറഞ്ഞാൽ 3 രീതിയിലാണ് അള്ളാഹു ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു സംരക്ഷണം നടത്തിയിട്ടുള്ളത്. ഒന്ന്, അവരുടെ പിന്നെ കണ്ണുകൾ തുറന്ന് ഭീകര രൂപത്തിൽ. രണ്ടാമത്തത്, അവരുടെ ശരീരം ഇടത്തോട്ടേക്കും വലത്തോട്ടേക്കും മറിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തത്, അവിടെ ഉണ്ടായ നായയെ അള്ളാഹു കാവലിനെ ആക്കി അവരെ സംരക്ഷിക്കുന്ന രീതിയിൽ ആ നായയും വാതിലിൻ്റെ പിന്നെ ഗുഹാൻ്റെ വാതിലിൻ്റെ മുറ്റത്ത് തന്നെ അവിടെ കിടത്തിയിട്ട് അതും ഇവർക്കുള്ള കാവൽ എന്നുള്ള സംരക്ഷണനായിട്ട് അവരെയും അള്ളാഹു ആ നായയെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇതിൻ്റെ തഫ്സീറിലേക്ക് പിന്നെ തജ്വീദിലേക്ക് കടക്കാം.
ഇവിടെ വരുന്നത് വതഹ്സബുഹും വാവ്. ഇപ്പോൾ ഞാൻ സാധാരണ പറയുന്നത് തന്നെ ചുണ്ട് നന്നായി റൗണ്ടാക്കി പറയുക. ഹാന് സുക്കൂൻ, ഹാൻ്റെ സുക്കൂനോടും കൂടി തന്നെ പറയാം. വതഹ്സബുഹും. ഇവിടെ ഒന്നും ഹെവി ഇല്ല, എല്ലാം ലൈറ്റ് അക്ഷരങ്ങളാണ്. വതഹ്സബുഹും ഐഖാദ. ഐഖാ ഇവിടെ സുക്കൂനിലെ മീമിന് ശേഷം ഹംസ വരുന്ന അവിടെ ഒന്നും മണിക്കാനില്ല, ഇദ്ഹാറാണ്, ഇദ്ഹാർ ഷഫവി. ഐഖാദവഹും ഇവിടെ ഐഖാ ഹംസ ലൈറ്റ്, യാ ലൈറ്റ്, ബാക്കിയൊക്കെ ഹെവി. ഖാഫും വായും ഒക്കെ വ പറയുമ്പോൾ കൃത്യമായി ഉണ്ടാവും. ടിപ്പ് ഓഫ് ദ ടങ്, അതാണ് അതിൻ്റെ മഹ്റജ് വരുന്നത്, നാവിൻ്റെ തുമ്പത്തു നിന്നാണ് എടുക്കേണ്ടത്. അപ്പം ഹെവിയും ആണ്, അതുകൂടാണ്ട് ആ ഒരു സൗണ്ട് ഉണ്ടാ, ആ സൗണ്ടും കൂടി വരണം. ഐഖാദവഹും ഇവിടെ തൻവീന് ശേഷം വാ വന്നിട്ടുണ്ട്. ഇദ്ഗാം നന്നായി നൂനിൻ്റെ സൗണ്ടിനെ വാവിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് പറയാം, മണിച്ചുകൊണ്ട് പറയാം. ഐഖാദവഹും റുഖൂദ്. വഹും റുഖൂദ് ഒന്നും ഇവിടെ മണിക്കാനില്ല, ഇദ്ഹാറാണ്. റാ ഹെവി, ഖാഫ് ഹെവി. റുഖൂദ് നിർത്തുമ്പോൾ ദാലിന് സുക്കൂനോടും കൂടി നിർത്തുന്നതുകൊണ്ട് കൽക്കല വരുന്നത്, കൃത്യമായി ഉച്ചരിക്കുക. റുഖൂദ് പ്രത്യേകം ചില ആൾ കൽക്കല കാറ്റോടും കൂടിയിട്ട് റുഖൂദ് എന്നിട്ട് അങ്ങനെ നിർത്തും. അങ്ങനെ കാറ്റില്ലാത്ത അക്ഷരങ്ങളിൽ വരുന്നതാണ് ഈ കൽക്കലൻ്റെ അക്ഷരങ്ങൾ. ഒന്നിലും കാറ്റ് വരാൻ പാടില്ല. ഒരു ഖാഫ് താബ ജീം ദാൽ ഈ അക്ഷരങ്ങളാണ് കൽക്കലൻ്റെ അക്ഷരങ്ങൾ. അതിന് സുക്കൂന് വരുമ്പോൾ നമ്മൾ ഇതുപോലെ പ്രത്യേകിച്ച് ബൗൺസ് ചെയ്ത് പറയാം, ഇങ്ങനെ ഒരു എടുത്ത് പറയുന്ന രീതിയിൽ. അപ്പോൾ ഒരിക്കലും കാറ്റ് കൊണ്ടുവരരുത്, കാറ്റില്ലാത്ത അക്ഷരമാണ്. ഓക്കെ, റുഖൂദ്. അപ്പോൾ വീണ്ടും നമുക്ക് ബിൽ വസീദ് എന്ന് പറഞ്ഞിട്ട് വരുമ്പം അവിടെയും ഇതേപോലെ നിർത്തുമ്പോൾ ഇതേ കൽക്കലിനെ അവിടെയും അപ്ലൈ ചെയ്യണം. അടുത്തത് വനുഖല്ലിബുഹും. ഖാഫ് ഹെവി, ബാക്കിയൊക്കെ ലൈറ്റ്. ലാമിന് ശബ്ദ വന്നതിന് ആവശ്യത്തിലേറെ അമർത്തി പറയരുത്. വനുഖല്ലിബുഹും ഇത്രേ പറയണ്ടു. ലാമ് ഡബിളേ പറയണ്ടു, അതിലധികം വനുഖല്ലിബുഹും എന്ന് പറഞ്ഞിട്ട് അധികം അമർത്തേണ്ടിയില്ല. ഓക്കെ, വനുഖല്ലിബുഹും. ഖാഫ് നല്ലോണം ഹെവിയാണ്, ബാക്കിയൊക്കെ ലൈറ്റാണ്. വനുഖല്ലിബുഹും ദാതൽ യമീനി വദാതൽ ശിമാൽ. ദാലൊക്കെ പറയുമ്പോൾ കൃത്യമായി കൃത്യം സ പറയരുത്, ദാത. ഓക്കെ, ഒക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്, ഒന്നും ഹെവി ആക്കാനില്ല. താ ഒക്കെ പറയുമ്പോൾ കൃത്യമായി നല്ല ലൈറ്റായിട്ട് തന്നെ പറയാം. പിന്നെ അത് വദാത ശിമാൽ. ഷീന് ഇവിടെ ഡബിളാണ്, ഷീ നല്ല സ്പ്രെഡാണ് സൗണ്ട്. വദാത ശിമാൽ ഉണ്ടാകും, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പ്രെഡാകുന്ന രീതിയിൽ. അതിനാണ് തഫഷി എന്ന് പറയുക. അത് അതിൻ്റെ സിഫത്തിൽ വരുന്നതാണ്, ക്യാരക്ടറിസ്റ്റിക്കിൽ വരുന്നതാണ് ഷീനിൻ്റെ. വകൽബുഹും കാഫ് ലൈറ്റ്, വാവില എല്ലാം ലൈറ്റ്. വകൽ ലാമിന് സുക്കൂൻ ടൈം കൊടുക്കുക. വകൽബുഹും ബാസിത്ത്. ഇവിടെ സുക്കൂലിൻ്റെ മീമിന് ശേഷം ബാ വരുന്നത്, അവിടെ വരുന്നത് ഇഖ്ഫ ഷഫവി, നല്ലോണം മണിച്ചോദ. വകൽബുഹും ബാസിത്തുൻ ദിറാഅൈഹി. ഇവിടെ താ ഹെവിയാണ്, അതുകൊണ്ടാണ് താന് തൻവീൻ വന്നുകൊണ്ട് ഇഖ്ഫ. ബാസിത്തുൻ, ബ സീനൊക്കെ ലൈറ്റ്. ബാസി ബാ എന്നുള്ള സൗണ്ട് വരരുത്. ബാസിത്തുൻ ദിറാഅൈഹി. റോ ഹെവി, ബാക്കിയൊക്കെ ലൈറ്റ്. ദിറാഅൈഹി യാനി സുക്കൂൻ വരുമ്പോൾ ടൈം കൊടുക്കുക. ദിറാഅൈഹി ബിൽ വസീദ്. ബാന് ശേഷം ഹംസ വരുന്നുണ്ട്, ഹംസത്തിൽ വസ്ലാന്ന് നമ്മൾ ഉച്ചരിക്കൂല, നേരെ ബാന്ന് ലാമിലേക്കാണ് പോകേണ്ടത്. ബിൽ ലാമിൻ്റെ സുക്കൂൻ. ബിൽ വസീദ്. സാദ് ഹെവി, ദാല് ഒക്കെ കലയോടും കൂടി നിർത്താം. നീട്ടി ഓതുമ്പം നീട്ടിയിട്ട് നിർത്തുന്ന സമയത്ത് നീട്ടി നിർത്താം. ബിൽ വസീദ്. അപ്പോൾ അവിടെ നമുക്ക് 2 മുതൽ 6 ഹർക്കയുടെ നമുക്ക് നീട്ടാം. ഓക്കെ, അടുത്തത് ലൗയത്വലഅത. താൻ്റെ മുകളിൽ എന്തുള്ള ഷദ്ദ ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഹെവി ആയിട്ട് വരുന്നത്. അപ്പോൾ ഡബിൾ സൗണ്ട് കൊടുക്കണം. ലൗ ഹംസത്തിൽ വസ്ലടിയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ലൗ അത്വലഅത എന്ന് പറയരുത്.
വാവുന്ന് നേരെ ത. ലവ് ത്വലഅത ഐന് സുക്കൂൻ നല്ല ഇങ്ങനെ ഒഴുക്കി പറയാം. ലവ് ത്വലഅത എന്ന് ആ ലെവലിൽ വരരുത്. ലവ് ത്വലഅത നമ്മൾ ഒഴുക്കി പറയാം. അലൈഹിം അതിനൊക്കെ തൊണ്ടിൽ നിന്ന് തന്നെ പറയാം. അലൈഹിം ലവല്ലൈത മിൻഹും. ഇവിടെ വീണ്ടും ലാമിൻ്റെ മുകളിൽ ശബ്ദം വന്നിട്ടുണ്ട്. 2 അക്ഷര ടൈമേ കൊടുക്കൊണ്ടു, അധികം കൊടുക്കരുത്. വാ പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് ചുണ്ട് റൗണ്ടാക്കിയിട്ട് തന്നെ പറയാം. ലവല്ലൈത മിൻഹും ഫിറാറ. സുക്കൂനിലെ മീമിന് ശേഷം വരുന്ന പിന്നെ എന്താണ് മീമോ ബായോ ഒഴിച്ച് ബാക്കി എല്ലാ അക്ഷരങ്ങളും വന്നാലും എന്താണ് ഇദ്ഹാറാന്ന്. ഒന്നും മണിക്കരുത്, വെളിവാക്കിയിട്ട് സാധാരണ പോലെ പറയാം. മിൻഹും ഫിറാറ ഒക്കെ ടൈം അവിടെ സമയം ആ മീമിൻ്റെ സുക്കൂനിന് അവിടെ പിടിക്കണം. അപ്പോഴാണ്, അല്ലെങ്കിൽ അറിയാണ്ട് നമ്മൾ മിൻഹും ഫിറാർ ആ ലെവലിലായി പോകും. മിൻഹും കാരണം മീമും ഫായും ഒക്കെ ചുണ്ടും തന്നെ വരുന്നത്. അപ്പോൾ അറിയാതെ നമ്മൾ മണിച്ചു പോകും, അല്ലെങ്കിൽ അറിയാതെ ലയിപ്പിച്ചു പോകും. പ്രത്യേകം ശ്രദ്ധിക്കാം. മിൻഹും ഫിറാറ ഹെവി. ഫിറാറവല മുലിറ്റ. ഇവിടെ തെൻവീന് ശേഷം വാ വരുന്നു. അവിടെ വരുന്നത് ഇദ്ഗാം. നന്നായി ലയിപ്പിച്ച് മണിച്ചോത. ഫിറാറവല ഉണ്ടാ. ഫിറാറവല മുലിറ്റ. ഹംസ മുലി, ഹംസക്ക് ചുട്ടുകൊടുക്കുന്ന സൗണ്ട് ആയിരുന്നു. വല മുലിറ്റ മിൻഹും റുഅബ. മിൻഹും സുക്കൂനിന് നൂന് ശേഷം ഹാ വരുന്ന ഇദ്ഹാർ മണിക്കണ്ട, എല്ലാം സാധാരണ രീതി പറഞ്ഞാൽ മതി. മിൻഹും റുഅബ. റോ ഹെവി, ബാക്കിയൊക്കെ ലൈറ്റ്. ഐനിന് സുക്കൂൻ നല്ല ടൈം കൊടുത്ത് റുഅബ ഒഴുക്കി പറയുക. റുഅബ 2 അക്ഷരത്തിൻ്റെ ടൈം കൊടുത്ത് നീട്ടി നിർത്താം. ഇവിടെ നിന്ന് മദ് അയവാദ്. ഓക്കെ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.